ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അവരിപ്പോ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ മാനസികാവസ്ഥ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു അവസ്ഥ എന്താണ്, അവിടെ നിങ്ങൾ സെപ്പറേറ്റഡ് ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്യൂച്ചർ ആക്ഷൻ ഇതിൽ വരാനുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് ഉള്ള കുറച്ച് ഗൈഡൻസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്, അപ്പൊ ഇത് റെസനേറ്റ് ആവും. ഇനി റെസനേറ്റ് ആയില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി ഇതിലെ നെഗറ്റീവായ കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആയിട്ടാണ് കാണുന്നത്. അവരുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മുൻപ് അവരുടെ ലൈഫിൽ വളരെയധികം സേഫ് ആയിരുന്ന വ്യക്തികളാണ് അവര്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിലും വളരെ സേഫ് ആയിട്ട് പോയിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഒന്ന് മാറി നേരെ തിരിഞ്ഞ് വന്നതുപോലുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോ അതെന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ തന്നെ ഒരു ഇതുവരെ അവർ അനുഭവിക്കാത്ത ഒരു ഫേസ് ആണ്. ചിലർക്ക് ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. അങ്ങനെ ഉള്ള ഒരു പൊസിഷനിലാണ് അവരിപ്പോ നിൽക്കുന്നത്. അവരവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, എന്തൊക്കെയോ കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഫിനാൻഷ്യലി ചിലപ്പോൾ അവരിപ്പോ വീക്കായി പോയിട്ടുണ്ടായിരിക്കാം. വളരെ സ്റ്റേബിൾ ആയിരുന്ന ഒരാള് ചിലപ്പോ ആകെ അവരൊന്ന് വീക്കായി പോയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ബിസിനസ് ഡള്ളായിട്ടുണ്ടാവാം. അതുപോലെ കരിയറിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലും രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതുപോലെ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അത് വളരെ ക്ഷമയോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ അവര് ഈ സിറ്റുവേഷൻ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, വളരെയധികം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. യൂണിവേഴ്സിനോട് വളരെയധികം അവർ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും വിട്ടുമാറി, അതായത് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ബേർഡൻ കാരണം കൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും വിട്ടുമാറി അവരിങ്ങനെ ഒറ്റയ്ക്ക് ആയിരിക്കുന്നത് പോലെ ഒരു സോളിറ്റ്യൂഡ് ഒരു അവസ്ഥയിലേക്ക് അവര് എത്തിയിട്ടുള്ളതായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷെ എന്നാലും അവര് അത്രയും വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഇൻസ്പയർ ആവുന്ന ടൈപ്പ് വ്യക്തികളാണ് അവര്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഇത് ശരിയാകും, ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആവാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അതുപോലെ തന്നെ അവരുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആയിരിക്കാം. അപ്പൊ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ അവർ തകർന്നു പോയതായിട്ട് കാണുന്നു. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിട്ടൊക്കെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എങ്കിലും അവർ പ്രതീക്ഷ കൈവിടുന്നില്ല. ഇത് ശരിയാകും എന്ന് കരുതി വളരെ ക്ഷമയോടുകൂടി അവരിതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ വീട്ടില് അവരായിരിക്കാം ഒരേ ഒരു ഫിനാൻഷ്യൽ പ്രൊവൈഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ ബിസിനസ്സിലായാലും അത്രയധികം ഒരു ബേർഡൻ അവര് ഏറ്റെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര വലിയ ഒരു ഇഷ്യൂ അവരിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവർക്കിപ്പോ വർക്ക്
ലോഡ് കൂടുതലായിട്ടുള്ള ഒരു ടൈമായിട്ടൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാം ഇട്ടെറിഞ്ഞൊന്ന് സമാധാനമായിട്ട് ഇരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അതായത് ആ ഒരു അവസാനം, അതായത് അതിനൊരു ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അത്രയധികം ഇട്ടെറിഞ്ഞ് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അല്ല, ഇതിന്റെ എനിക്ക് ഒരു സക്സസിലേക്ക് ഇത് എത്താൻ പോവുകയാണ്, ഇതിനെനിക്ക് റിസൾട്ട് കിട്ടും എന്നൊരു ശുഭപ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ ആ ഒരു ശുഭപ്രതീക്ഷയായിട്ട് അവര് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അവര് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യമേ പറഞ്ഞു, അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട് തന്നെ അവര് എല്ലാത്തിൽ നിന്നൊന്നും മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ അത്ര സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആയിട്ടല്ല കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. നിങ്ങൾ തമ്മിൽ കാര്യമായിട്ടുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്, ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും. അപ്പോ അതുകൊണ്ട് തന്നെ അവര് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്ന് തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ അവര് നിങ്ങളുടെ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ടോ ചോദിച്ചാൽ നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നിച്ചുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാം അവർ ഓർക്കുന്നുണ്ട്. ഇനി ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നും അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവരിത് കണ്ട ഭാവം നടിക്കുന്നില്ല. അപ്പോൾ ഇത് എത്രത്തോളം വലിയ ഒരു ഇമ്പാക്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ഈ ഒരു ബ്രേക്കപ്പ് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ അടിത്തറ തന്നെ ഇല്ലാതാവുന്ന രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. അത്ര വലിയ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ടാവാം. എങ്കിലും അത് അവർക്ക് അറിഞ്ഞെങ്കിൽ പോലും അവര് നിങ്ങളൊന്ന് ആശ്വസിപ്പിക്കാനോ ഒന്നിനും അവര് തയ്യാറാവുന്നില്ല. എന്തിന് നിങ്ങളോട് ഒന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവര് തയ്യാറാവാതെ മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവര് ഈ സമയം നിങ്ങൾ ഒന്നിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പരിചയപ്പെട്ട സമയത്ത് മുതലുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. എത്ര സന്തോഷത്തോടെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതെന്നും നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന നല്ല മുഹൂർത്തങ്ങൾ, നല്ല സമയം, നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല സമയത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള വാക്കുതർക്കങ്ങളെ കുറിച്ചും ആർഗ്യുമെന്റ്സിനെ കുറിച്ചും എല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം നല്ല നല്ല മൊമെന്റ്സിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പിന് കാരണമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു മോശം സിറ്റുവേഷനെ കുറിച്ചിട്ടും അവര് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ചിലപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചും പലതും പറയാനുള്ള സാധ്യതകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈഗോ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അവരെയും ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു വിഷമം എത്രത്തോളം അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരേ സമയം സന്തോഷമുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സങ്കടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അവര് ചിന്തിക്കുന്നുണ്ട്. എങ്കിലും അവര് അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ചെയ്യാതെ നിൽക്കുന്നത് തന്നെയായിട്ടാണ് കാണുന്നത്. ഇനി അവരുടെ ഒരു ഫ്യൂച്ചർ ആക്ഷൻ നോക്കുകയാണെങ്കിലും നമുക്ക് വീണ്ടും ആ ഒരു 10 ഓഫ് വാൺസ് തന്നെയാണ് കാണുന്നത്. അവരുടെ അത്രത്തോളം ഈ മൊത്തം ഈ കാർഡിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. ഒന്നോ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരിയറിലുള്ള ഓവർലോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനിലുള്ള ഓവർലോഡ് ആയിരിക്കാം. ചില വ്യക്തികൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു
എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനെ അങ്ങനെ അവരുടെ ലൈഫിന്റെ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയേക്കാവുന്ന ഒരു എക്സാം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കരിയറിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം. അവരുടെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണത്. അപ്പൊ അവിടെ അത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയധികം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രഗിളിൽ നിന്ന് അവർക്ക് മുന്നോട്ട് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള ഒരു കാരണങ്ങളുമായിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പുറത്ത് വരണം. അവരായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള ആ ഒരു കെട്ടുപാടുകളിൽ നിന്നും പുറത്തേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ഒന്നിച്ച് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. നിലവിൽ അവര് ആക്ഷൻ, ഇപ്പൊ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു ആക്ഷൻ ആയിട്ട് പറയുന്നത്, ഒരു ആക്ഷൻ കാർഡൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സ്ട്രഗിൾ മാറും, ഈ ഒരു സ്ട്രഗിൾ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. നിങ്ങളും ഒന്നിച്ച് സന്തോഷത്തോടെ ഹാർമണിയസ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. എങ്കിലും അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ അവർക്ക് വീണ്ടും ചില കൺഫ്യൂഷൻസും എല്ലാം വരുന്നുണ്ട്. അതൊരു പക്ഷെ ഈ ഒരു ഹാർമണി അവര് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ ഒന്നിച്ച് അവരുണ്ടായിട്ടുള്ള ആ ഒരു നല്ല മുഹൂർത്തങ്ങൾ ഓർക്കുമ്പോൾ ഇതിലൊരു പ്രതീക്ഷ അവർക്ക് വരുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് അവർക്കൊരു പ്രതീക്ഷ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള സ്ട്രഗിളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷനും അവിടെ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, ഇതിലെ മൊത്തം ഒരു എനർജി ആയിട്ട് നോക്കുകയാണെങ്കിൽ അവരിപ്പോ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങളുമായിട്ട് സന്തോഷത്തോടെ ഒരു ഇമോഷണലി ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് അവര് പ്രതീക്ഷിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് കാർഡായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് എൻഡിങ്സ്, അതുപോലെ തന്നെ ഫോർച്യൂൺ ആണ്. അപ്പോ ഇവിടെ പറയുന്നത്, ഇപ്പോ നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത ഒരു നെക്സ്റ്റ് ഫേസിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണെന്നാണ് പറയണത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതോടെ ഇത് കഴിഞ്ഞു എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതൊരു സൈക്കിളും കംപ്ലീറ്റ് ആവുന്നത് അടുത്ത ഒരു സൈക്കിൾ ആരംഭിക്കാൻ തന്നെയാണ്. അപ്പോ നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയായിട്ട് ഒരു പുതിയൊരു തുടക്കം ഇതിൽ വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഫോർച്യൂൺ കാർഡാണ് മറ്റൊന്ന് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ലക്ക് നിങ്ങളുടെ ഭാഗത്തുണ്ട്, അതായത് ലക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ഭാഗ്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. നിങ്ങളും വളരെയധികം ക്ഷമയോടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയും വളരെ ക്ഷമയോടുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു ക്ഷമയ്ക്കുള്ള, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ക്ഷമയോടെ ഈ കാത്തിരിക്കുന്നതിന് ഒരു ഗുണം ഉണ്ടാവും. അല്ലെങ്കിൽ അത് ഈ ഒരു കാത്തിരിപ്പിന് നിങ്ങൾക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാർഡ് ലഭിച്ചിരിക്കുന്നത് ഡെസ്റ്റിനിയാണ്. അതായത് നിങ്ങൾക്ക് വിശ്വാസത്തോടെ ഇരിക്കാം. ഈ പറയുന്ന ഒരു ചേഞ്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി തന്നെയാണ്. നിങ്ങൾക്ക് വളരെ വിശ്വാസത്തോടു കൂടെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് എന്നാണ് ഈ കാർഡിൽ നിന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കും വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് പോകാം എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതില് എനർജി റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. അതിന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. ക്ലൂസ് ഒരു അഡീഷണൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെറ്റർ കെ,
ഉത്രട്ടാതി. ലെറ്റർ എച്ച് അവിട്ടം നക്ഷത്രം, മകയിരം നക്ഷത്രം. നമ്പർ 2. ലെറ്റർ പി നമ്പർ 23. ലെറ്റർ എം. ലെറ്റർ സി വിശാഖം നക്ഷത്രം, ജൂലൈ മന്ത്. നമ്പർ 31 രോഹിണി നക്ഷത്രം, നമ്പർ 19. നമ്പർ 8 മൂലം നക്ഷത്രം, ലെറ്റർ ഡി, നമ്പർ 20. ഇത്രയാണ് ക്ലോസും കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതും കൂടെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. അപ്പൊ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് ആയത് ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റീഡിങ്ങിൽ കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.